എന്നാ ചിത്ര ആലോചിച്ചിരിക്കുന്നു? ആ അതേടാ, ആ ശശി ഇന്നങ്ങ് വിളിച്ചായിരുന്നു. കുറച്ച് ഇഞ്ചൻ പണി, കുറച്ച് കാര്യങ്ങളും ബൈക്കും എല്ലാം വന്നിരിക്കുക വർക്ക്ഷോപ്പിൽ. വണ്ടിക്കാണ് ഓട്ടോ ഇല്ല. പിന്നെ കുറച്ച് ബൈക്ക് വർക്ക്ഷോപ്പിൽ പോയി അതെല്ലാം ഒന്ന് പണിത് ശരിയാക്കി കൊടുക്കാം. എങ്ങനെയാ നീ വാ, നമുക്ക് പോയിട്ട് വരാം. ആ മോളെ, ഒരു ഗ്ലാസ് കടുങ്കാപ്പി എടുത്തോണ്ട് വാ. പെട്ടെന്നാട്ടെ കുടിച്ചിട്ട് വർക്ക്ഷോപ്പ് വരെ പെട്ടെന്ന് പോണം. ആ പെട്ടെന്ന് കൊണ്ടുവാ. ആ മോളെ കൊണ്ടുവാ. പോയിട്ട് ഇച്ചിരി കട്ടിപ്പണി ഉള്ളതാ, അതൊക്കെ ജോലി ചേർത്തിട്ട് വേണം. നിങ്ങൾക്ക് ഇച്ചിരി കഞ്ചിയെല്ലാം മേടിച്ചോണ്ട് വരാം. 10 പൈസ കയ്യിലല്ല അച്ഛൻ്റെ, 10 പൈസ. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? പട്ടിണി കിടക്കുന്നത് ഓർമ്മയുണ്ടോ? ആ പൊക്കോ. ആ മോളെ, ആ വണ്ടിയുടെ താക്കോലിക്ക് എടുത്ത്, വണ്ടിയുടെ താക്കോലിക്ക് എടുത്തുണ്ടോ? പെട്ടെന്നോ പെട്ടെന്നോ. ഓടിയോ ഓടിയോ ഓടിക്കൊണ്ടോ. ആ പൊക്കോ പൊക്കോ, നോക്കി ഇരിക്കും കേട്ടോ. തകർത്തൊരു പരിപാടിയുണ്ട്. അതിന്റെ കറക്റ്റ് കേട്ടോ മലമറിക്കും തോന്നുന്നു. ആ ശരിയാ, പണി എനിക്കാ കിട്ടിയത്. അന്നാ കത്തിനുണ്ടാവുന്ന എന്തിനാ ഇഞ്ചൻ പിടിപ്പിച്ച് തലയിരിച്ച് വിഷ്ടം വരെ പിടിപ്പിച്ച് ക്ലച്ചിന്റെ വെച്ചിരുന്നത് ആണല്ലേ? അപ്പൊ തെറ്റ് അവരെയാ. ഇപ്പൊ ഞാൻ പണം റെഡിയാക്കി അങ്ങ് സെറ്റിൽ ആക്കി തരിക. പിന്നെ പാച്ചിന് ആവശ്യമുള്ള എടുത്തു. ദൈവമേ, ഗോപുരമല്ല പിന്നെ എന്താണെന്നറിയോ? എന്താണ് നമ്മൾ പിടിപ്പിക്കുമല്ലോ ഇപ്പൊ. പിടിപ്പിച്ചോ, പിടിപ്പിക്കാനുള്ളതെന്നറിയോ? ഇരിക്കുന്നു പാച്ചു. എന്തോ എന്നെ ചുറ്റിയൊക്കെ ആയിട്ട് അടിയിലോട്ട് ഇരിക്കുന്നത്. അല്ല ഇവിടെ അത് പണിയണമെന്നല്ലേ പറഞ്ഞു. അയ്യോ, ഇഞ്ചൻ പണിയാമെന്ന വണ്ടിയല്ല, കേബിള് മാറാമെന്ന വണ്ടിയാ. എന്റെ എത്ര പറഞ്ഞാലും തലക്കകത്ത് തള്ളി കിട്ടും. ശരിയാക്കി തരാം. ഒരു 5 മിനിറ്റ് സമയം തന്നെ എനിക്ക്. താമരശ്ശേരി ചൊര ഉറങ്ങണ്ട വരുമോ? അല്ലല്ലേ ഊരി കിടക്കുവാ. അത് കുഴപ്പമില്ല. കേബിളങ്ങ് മാറിയാ മതി. ശരി ശരി, ഓക്കെ. ഇപ്പൊ ശരിയാക്കി തരാം. ശരിയാക്കണേ. 5 മിനിറ്റ് മതിയോ? നല്ലൊരു കേബിൾ കിടത്തുന്നേ. മാറിയാക്കാം. കേബിൾ ഇപ്പൊ തരാം. വണ്ടി ഇഞ്ചൻ പണിയുടെ വണ്ടിയാണോ? ഇഞ്ചൻ പണിയുടെ വണ്ടി അത് തന്നെ അല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. അത് കേബിള് മാറണ്ട. അത് കേബിളൊക്കെ ഓക്കെ. ശരി. പൈസയുടെ കാര്യം, പൈസ അവര് വരുമ്പോ പൈസ വളർത്തി ഞാൻ തരാം. അത് ശരിയാക്കി തരാം. അത് ശരിയാക്കി തരാം. കുടിച്ചോണ്ട് ഇറങ്ങി വന്നതാ.
മനസ്സിലായി. ആ ഒരു പുകച്ചില് കാണുന്നുണ്ട്. അതെ ശരി. ഓക്കെ. അപ്പൊ തൽക്കാലം ചുറ്റിയ കൂടെ ഒക്കെ അവിടെ കൊണ്ടുപോയി. കേബിൾ കഴിക്കാൻ ഒരു സ്ക്രൂ ഡ്രൈവറും ഓക്കെ ഒരു പ്ലെയറും മതി. ഞങ്ങളൊന്ന് ആരംഭിക്കുമല്ലേ? ആരംഭിച്ചോളൂ. ശരി. അപ്പൊ കേബിൾ മേടിച്ചിട്ട് പോരാ. കൊണ്ടുവരാം. അവിടെ നിന്ന് ചുമ്മാ നടക്കും. വേറെങ്ങും പണിയാൻ കിട്ടിയില്ലേ? ഇവനെ കൊണ്ടൊക്കെയാണോ പണിയിപ്പിക്കുന്നത്? എന്തൊരു വണ്ടി വേണമെന്നിട്ട് കുളമാക്കി വെച്ചേക്ക. നാട്ടുകാരനെ മുഴുവൻ കാശുകളാണ്. നിങ്ങൾ ചുമ്മാ തോന്നിവാസം പറയരുത്. അല്ല അമ്പക്കാട്ട് വളർന്നു വിട്ട വണ്ടിയാണ്. മലയാളത്തിൽ പറയണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ശശി പരാതി പലതാണ്. ഇതൊക്കെ കേട്ടിട്ട് ഇതൊന്നും ബേജാറാകരുത്. ഇങ്ങനെ പിടിക്കണം. മനസ്സിലായോ? ഓക്കെ പിടിച്ചോണേ. താഴ്ത്തിടാനല്ല, ഇല്ല പിടിച്ചോളാം. ചുമ്മാ മേലോട്ട് വെക്കരുത്. പിടിച്ചോണോ? ഞാൻ പറയുമ്പോ അല്ലാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്റെ പൊന്നു മുതലാളി പറയുന്ന പോലെയല്ല നമ്മൾ പണം കൃത്യമായിട്ട് കൈ തരുന്നില്ലേ? കട്ടിയിടാം. സുഹൃത്ത് വാച്ച് എയർപാർട്സ് മേടിക്കാനാ പറഞ്ഞല്ലേ? ഇറച്ചിക്കട ഇറച്ചി മേടിക്കാനല്ല. ഏത്തക്കാവോടെ ചായ കുടിച്ച് നടന്നു. കടയെ വരത്തില്ല, സമയത്തിൽ ഇരിക്കുകയല്ല. അതായത് എന്നെ എന്റെ പണി നിനക്കെടുത്താനായിട്ട് അങ്ങനത്തെ വർക്കാന്ന് തന്നെ പറയും. ശശി പറയുന്ന കാര്യമേ പറയുള്ളൂ. അന്തസ്സായിട്ട് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നു. വീണ്ടും കൊടുക്കണം രണ്ടെണ്ണം. വാക്കുവാക്കുന്ന നീയാ. അപ്പം എത്ര പൈസയായി? 200 രൂപ. ഇപ്പൊ തള്ളി മറിക്കും. എത്ര? 200. പഴയതും ഇപ്പത്തെ കൂടെ കൂട്ടി. പഴയത് കൂട്ടുന്നു. എത്രയായി? ഇപ്പത്തെ 104. കടമൊന്നും കൊടുക്കരുത്. എന്റെ അടുത്തൊന്നും തരുന്ന 10 രൂപ രാവിലെ വർത്താനങ്ങൾ പറഞ്ഞ് പഠിക്കരുത്. ഞാൻ 100 രൂപ ഞാൻ പറഞ്ഞിട്ടുള്ള ഞാൻ കാശ് കൊടുക്കുന്നത് ശരിയാതാണ്. തൽക്കാലം മുതലാളി ഒരു കാര്യം ചെയ്യും. ഇതൊന്ന് കൊടുക്ക്. ഈ കാശ് കൊടുക്ക്. ഇതിപ്പോ അഞ്ച് പണിത് കുളമാക്കിട്ട് എന്റെ ശശികുമാറിന് എന്ത് പണം ഈ ഒരു കാര്യം ചെയ്യും. പച്ചമുക്കി എടുത്തേ. മറ്റേ എത്ര ഉണ്ട്? 104. മറ്റേ 200. 104. ഒരു കാര്യം ചെയ്യും. തിന്നാൻ കാശില്ല കിടക്കുക. മറ്റത് പിന്നെ തരാം. ഇത് കുറച്ച് കഴിയുമ്പോൾ കൊണ്ട് തരാം. കേട്ടോ? എന്നെ മുതലാളി അങ്ങനെ പറഞ്ഞു പഠിക്കാതെ മുതലാളി. മുതലാളി ഇറങ്ങ ചായ കുടിച്ചിട്ട് വരാം. മുതലാളി അപ്പം ഞാനങ്ങ് പോകാൻ തീരുമാനിച്ചു. പണിയൊക്കെ കഴിഞ്ഞല്ലോ. എങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു? അല്ല വീട്ടിലേക്ക് പണി എല്ലാം കഴിഞ്ഞല്ലോ. അല്ല വീട്ടിലേക്ക് ശമ്പളം വേണം. 100 രൂപ ഇങ്ങോട്ട് വന്നിട്ട് പോകാൻ പൊക്കോ. 100 രൂപ അങ്ങോട്ട് എത്തില്ല. എന്തിനാണെന്ന് എന്നെ പണിയെടുത്ത ശമ്പളം ഇങ്ങോട്ടല്ലേ? ആണോ? രാവിലത്തെ കാപ്പൂടി എല്ലാം കഴിഞ്ഞ് 100 രൂപ വന്നിട്ട് പോകാൻ പൊക്കോ. ഇത് ശരി. സാധാരണ ഗതിയിൽ എല്ലായിടത്തും പണിയുന്നിടത്ത കാശ് മേടിച്ചോണ്ടാ സാധാരണ ഞാൻ പോകാറ്. ഒരു ശിഷ്യന് അല്ലെങ്കിൽ ഒരു ആള് വന്നാൽ ആ പട 500 രൂപയുള്ളും ഇതിപ്പോ 200 എന്തെങ്കിലും ചെലവായിരിക്കും. വീട് പട്ടിണില്ല. ഓർമ്മ വെച്ചു. വീട് പട്ടിണിയാണെന്ന് വേണം. സങ്കടങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന ഒരു വീട് പണിയാണെന്നുള്ള ചിന്തി ആർക്ക് വേണം? എന്റെ മോനെ ഈ ചെലവ് കുറച്ചിട്ട് മര്യാദക്ക് കാശ് ഈ പരിസരത്ത് കണ്ടുപോലെ നാളെ പോലെ വിട്ടോ. ഈ സൈസ് ചതി അത് ചിലപ്പോ ഉണ്ടാവും. അതില്ല